നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 നൽകിയ വാർത്തയുടെ ഫോളോ അപ്പാണ്. ആദ്യം കോട്ടയം എരുമേലിയിൽ വാവര് പള്ളിക്ക് സമീപത്ത് തന്നെയായി വാപുരസ്വാമി ക്ഷേത്രം ഉയരുകയാണ്. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഹിന്ദു സംഘടനകൾക്കിടെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ വന്നത്. ഇന്ന് ബാലാലയ പ്രതിഷ്ഠ നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ സ്റ്റോപ്പ് മെമ്മോ വന്നതിനാൽ പ്രതിഷ്ഠ ഉണ്ടാവുകയില്ല. എവിടെയാണ് എരുമേലിയിൽ വാപുരസ്വാമി ക്ഷേത്രം ഉയരുന്നത്? ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? പ്രതിഷ്ഠയ്ക്കുള്ള എന്തെല്ലാം ഒരുക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? വിശദമായ റിപ്പോർട്ട് നൽകുകയാണ് ജി ശ്രീജിത്ത് എരുമേലിയിൽ നിന്ന്. അതിലേക്ക്. എരുമേലിയിൽ വാപുര ക്ഷേത്രം വരുന്നു എന്ന നിലയിൽ ഫലത്തിൽ അത് വരാൻ പോകുന്ന ഒരു സ്ഥലം ഇതാണ് എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു ചെറിയൊരു ഫലത്തിലൊരു പ്രതിഷ്ഠയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പക്ഷെ ആ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചില തൊഴിലാളികൾ നിന്നുകൊണ്ടാണിത് ഇങ്ങനെ മാറ്റിയത്. അത് പഞ്ചായത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണോ എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു തറ മാത്രമാണുള്ളത്. ഈ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം വരേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി പഞ്ചായത്തിൻ്റെ ഒന്നും അനുമതി ഇല്ലാത്തത് കൊണ്ട് ഒരു താൽക്കാലിക സ്റ്റോപ്പ് മെമ്മോ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എരുമേലി വലിയ അമ്പലവും ഒപ്പം തന്നെ ഈ എന്താ പറയുക നമ്മുടെ പള്ളിയും വാവര് പള്ളിയും എല്ലാം ഉള്ളത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു പക്ഷേ കാണാൻ കഴിയാത്തത് ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. തൊട്ടപ്പുറത്ത് തന്നെ വലിയമ്പലം, അതായത് എരുമേലി വാവര് പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ആ വഴിയരികിൽ തന്നെയാണ് ഈ വാപുരസ്വാമിയുടെ ക്ഷേത്രം എന്ന പേരിൽ വരാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതിൻ്റെ ചില ബോർഡുകളും മറ്റുമുണ്ട്. ഏപ്രിൽ 6-7 തീയതികളിൽ നടത്തിയെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാഴ്ച, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫലത്തിൽ ഇതിൽ ഭദ്രദീപം കൊളുത്തുമെന്നുള്ളതാണ് ഈ ബോർഡിൽ കാണുന്നത്. ദൈവജ്ഞൻ, അതായത് ഈ ഒരു ദേവപ്രശ്നം നടത്തിയത് ശ്രീ പത്മനാഭ ശർമ്മയാണ് എന്ന് ഈ ബോർഡിൽ കാണാം. ഈ ദേവപ്രശ്ന വിധിപ്രകാരമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം വരാനുള്ള ഒരുക്കങ്ങൾ നടത്തി. അതിനിടെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തീർച്ചയായും നിയമ നടപടികൾ സ്വാഭാവികമായിട്ടും തുടരും. സർക്കാരിൻ്റെ നിലപാട് അത് മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തു. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമല്ല. വിശ്വാസത്തിന്റെ പ്രശ്നം അത്രേ ഉള്ളൂ. അല്ലാതെ ക്ഷേത്രം വന്നാലും വന്നില്ലെങ്കിലും ഒന്നും വന്നില്ലെങ്കിലും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ ഒരു വിശ്വാസിയല്ല. നിങ്ങളപ്പം വേറെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? പുള്ളിയുടെ വീട് എന്റെ സഹോദരൻ മുകളിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നത്? അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടുള്ളൂ. ഇവിടെ എന്തോ ഒരു ബാലാലയ പ്രതിഷ്ഠ എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു. അത്രേ ഉള്ളൂ. ചേട്ടൻ ഇവിടുത്തെ തന്നെയാണോ? അല്ല, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ. ശരി. ഇവിടെ ഇങ്ങനെ അന്ന് ദേവപ്രശ്നം നടന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു? നടന്നപ്പോ രാവിലെ വന്നിരുന്നതിലെ സുരേഷ് ഗോപി വന്നിരുന്നപ്പോ കണ്ടായിരുന്നു. സുരേഷ് ഗോപി ഒക്കെ വന്നു. സുരേഷ് ഗോപി വന്നിരുന്നപ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി നിൽക്കുമ്പോ അത് കാണാമോ? വിശ്വാസികളുടെ ഓരോരുത്തരുടെ വിശ്വാസം ഓരോന്നാണ്. അത് അവരുടെ വിശ്വാസം അവരെ സംരക്ഷിക്കുന്നത് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടാവരുത്. ഞങ്ങൾ വളരെ മാനമര്യാദയായിട്ടല്ലേ എരുമേലി ജീവിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യാനി ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ കുരു തൊട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വിശ്വാസിയല്ല. ഞാൻ ക്ഷേത്രവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല. എന്നാലും മറ്റൊരു പ്രശ്നം ഉണ്ടാവും. ഉണ്ടായ കാലം മുതൽ കാണുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കണമെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ അവിടെ ഒരു അമ്പലം, ഇവിടെ ഒരു പള്ളി, മറ്റേത് പൊളിച്ചു പറിച്ചു, കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. എല്ലാവരും സഹോദരങ്ങളെല്ലാം ഒന്നിച്ചൊരു ജാതി മത ഭേദമന്യേ ജീവിക്കുന്നത്. അത് നഷ്ടപ്പെടുന്നു. ഞങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോവാം. ഞങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷേ കൂട്ടത്തിലുള്ള ഒരു കല്യാണം, തൊട്ടടുത്തൊരു കല്യാണം ഒഴിവാക്കിയിട്ട് കൂട്ടത്തിലുള്ള ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്നല്ല, ഞങ്ങളുടെ മക്കൾക്കും ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമ്പലം വന്നാലും പള്ളി വന്നാലും ഒന്നില്ലെങ്കിലും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു സ്പർദ്ധയ്ക്ക് കാരണമാകരുത് എന്ന എരുമേലിക്കാരാണ് അവർ. എരുമേലി ഇങ്ങനൊരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ വിളനിലം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. അവരൊരു എരുമേലിക്കാരുടെ ഒരു കൃത്യമായ സ്വഭാവം എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുക, അവരുടെ പ്രതികരണവും അത് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ട് പരമായ പോരാട്ടങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെയാണ് ഇതിൽ ഉണ്ടാകേണ്ടത്. എരുമേലിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.